എല്ലാവർക്കും റസോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അതായത് KFC ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതേപോലെ അതേ രുചിയിൽ നമുക്കും ഉണ്ടാക്കാം ഒരു നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ. KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ, അതായത് ഇതും ഒരു KFC തന്നെയാണ്. നമുക്കിതിന് കേരള ഫ്രൈഡ് ചിക്കൻ എന്ന് പേരിടാം. ഈ കേരള ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഈ ഹോം മെയ്ഡ് KFC എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും ആവശ്യം അത്രയും ചിക്കൻ നിങ്ങൾക്ക് എടുക്കാം. സ്കിന്നും കൂടി ചേർന്നുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെക്കണം. മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞ് വെക്കുന്നത്. നല്ല ആഴത്തിൽ വരഞ്ഞ് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു പാൽക്കൂട്ട് തയ്യാറാക്കണം. ഒരു ബൗളിൽ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്തിട്ട് നന്നായി അടിച്ച് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളിതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഞാൻ ഒരു ചെറിയ ബോക്സിൽ 2 പീസാണ് ഉണ്ടാവാൻ. ആ 2 പീസും നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കുക. കുറേ സമയം ഇളക്കേണ്ടി വരും. ഇത് അതിലേക്ക് അലിഞ്ഞ് ചേരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമുക്ക് കലക്കി ചേർക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നു. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിലേക്ക് നന്നായി അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ്സിൽ നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഉപ്പ് കുറവേ ചേർക്കാൻ പാടുള്ളൂ. 1/2 ടീസ്പൂൺ ചേർത്തിയാൽ മതി. ഇനി ഈ പാൽക്കൂട്ടിൽ നമ്മൾ വൃത്തിയാക്കി വരഞ്ഞു വെച്ച ചിക്കൻ ചേർക്കണം. ചിക്കൻ ഈ പാൽക്കൂട്ടിൽ മുക്കി വെക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു രാത്രി മുഴുവൻ വെക്കണം, അല്ലെങ്കിൽ 4-5 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ചിക്കനിൽ ഈ ഫ്ലേവർ നന്നായിട്ട് പിടിക്കും. നമുക്കിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഡ്രൈ മസാലകൾ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലകൾ വേണം. ഇനി ഒരു ബൗളിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകൾ ചേർക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചിട്ട് ചിക്കൻ മാത്രമായിട്ട് ഇതിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. 5 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. 12 മണിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ 5 മണിക്കാണ് ഇത് ചെയ്യുന്നത്. ഒരു രാത്രി മുഴുവൻ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമ്മൾ ചിക്കൻ പീസ് ഓരോന്നായി എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മൈദക്കൂട്ടിൽ ചേർത്ത് നന്നായിട്ട് ഇതിന് പൊതിഞ്ഞെടുക്കണം. മൈദ നന്നായിട്ട് കൈകൊണ്ട് എല്ലാ ഭാഗത്തും പുരട്ടിയെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ പാൽക്കൂട്ടിൽ മുക്കുക. പാൽക്കൂട്ടിൽ മുക്കിയെടുത്തിട്ട് വീണ്ടും മൈദ പൊതിഞ്ഞെടുക്കണം. മൈദ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. മൈദയിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിൻ്റെ കോട്ടിങ് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ കോട്ടിങ് വരണം. കൈകൊണ്ട് ചിക്കനിൽ മൈദ നന്നായിട്ട് പിടിപ്പിക്കുക. എന്നിട്ട് വീണ്ടും അത് കുഴഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ മാറ്റി വെക്കണം.
എല്ലാ ചിക്കൻ പീസസും ഇങ്ങനെ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നിരത്തി വെക്കണം. ഇതിന് 2 പ്രാവശ്യമാണ് കോട്ടിങ് വരുന്നത് കേട്ടോ. 2 പ്രാവശ്യം നമ്മൾ പാലിൽ മുക്കുന്നു. ഒന്ന് ആദ്യം മുക്കി വെക്കുന്നത്, പിന്നെ രണ്ടാമത് മുക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം പാലിൻ്റെ കോട്ടിങ്ങും 2 പ്രാവശ്യം മൈദയുടെ കോട്ടിങ്ങും വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ ആണ്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആഴമുള്ള ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഓരോ പീസായിട്ട് എണ്ണയിൽ ചേർക്കാം. ആദ്യം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഓരോന്നോരോന്നായി ചേർക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായി വേവിച്ച് പൊരിച്ചെടുക്കണം. ആ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം. കുറച്ച് സമയം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. നമ്മുടെ KFC കേരള ഫ്രൈഡ് ചിക്കൻ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ ബണ്ണും ഫ്രഞ്ച് ഫ്രൈസും സാലഡും ഗാർലിക് സോസും എന്ത് വേണമെങ്കിലും ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത് തന്നെ വരാം. എല്ലാവരും അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.